1970 സെപ്റ്റംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾ തമ്മിലാണ് മത്സരമുണ്ടായത്. ഒരു ഭാഗത്ത് കോൺഗ്രസും CPIയും RSPയും മുസ്ലിം ലീഗും PSPയും ഉൾപ്പെട്ട അന്നത്തെ ഭരണമുന്നണി, മറുഭാഗത്ത് CPM നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണി വരും. CPMൻ്റെ കൂടെ പറയത്തക്ക ഘടകകക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ KSP, KTP എന്നൊക്കെ പറഞ്ഞ ചെറിയ പാർട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഏതാനും സ്വതന്ത്രന്മാരെയും പാർട്ടി കണ്ടെത്തി മത്സരിപ്പിച്ചു. മൂന്നാമത്തെ മുന്നണി എന്ന് പറയുന്നത് കേരള കോൺഗ്രസും സംഘടനാ കോൺഗ്രസും ചേർന്ന മുന്നണിയായിരുന്നു. സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 1969 കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ പിളർന്നിരുന്നു. ഭരണ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്നത് നിജലിംഗപ്പയും കാമരാജും മൊറാർജി ദേശായിക്ക് ഉൾപ്പെട്ട അന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിരുന്നിരുന്ന പാർട്ടിയായിരുന്നു. അന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നം നുകം വച്ച കാളയായിരുന്നു. ഈ കാളയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ദിരാ കോൺഗ്രസ്സുകാർ തെങ്ങടയാളത്തിലാണ് മത്സരിച്ചത്. സംഘടനാ കോൺഗ്രസ്സുകാർ സ്വതന്ത്രന്മാരായിട്ടാണ് മത്സരിച്ചത്. അവർ സംഘടനാ കോൺഗ്രസ് എന്ന നാമത്തിൽ അല്ല മത്സരിച്ചത്, കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചു. അപ്പോൾ ഈ പാർട്ടിക്ക് അന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കൂട്ടുകൂടാൻ ആരും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് സ്വതന്ത്രന്മാരായിട്ട് മത്സരിച്ച 4 പേര് ജയിച്ചു. കേരള കോൺഗ്രസ്സുകാർ 12 പേര് ജയിച്ചു. CPM ഇന്ന് 29 പേരും KSP, KTP എന്നിവയിൽ നിന്ന് 2 പേർ വീതവും ജയിച്ചു. അന്ന് കേരള നിയമസഭയിൽ 133 സീറ്റാണ് ഉണ്ടായിരുന്നത്. 133-ൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 67. 67 അല്പം കൂടുതൽ 69-70 സീറ്റുകൾ ഈ ഭരണമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. 30 പേര് കോൺഗ്രസ്സുകാരായിരുന്നു, 16-17 പേരായിരുന്നു CPIക്കാർ. ലീഗിൽ നിന്ന് 11, RSPക്ക് 6, അങ്ങനെ പോകുന്നു. PSPക്ക് 3. ഇത്ര സീറ്റുണ്ടായിരുന്നു. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്ര നാൾ നിലനിൽക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച മന്ത്രിസഭകൾക്ക് പോലും നിലനിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഈ സുല്ലാസൂക്ഷം ഭൂരിപക്ഷമായിട്ട് വരുന്നവർക്ക് എങ്ങനെ പിടിച്ചേൽക്കാൻ കഴിയും എന്ന സംശയം ദോഷകൾക്ക് മാത്രമല്ല, അന്ന് രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിക്ക് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ ചേരാനായിട്ട് ഇന്ദിരാഗാന്ധി ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അനുവാദം നൽകിയില്ല. 1970 സെപ്റ്റംബറിൽ രൂപീകൃതമായ കേരള മന്ത്രിസഭയിൽ C. അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തോടൊപ്പം വേറെ CPIയിൽ നിന്ന് വേറെ 3 പേരുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹയും ഉണ്ടായിരുന്നു. കോയക്കായിരുന്നു ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസവും കൊടുത്തിരുന്നത്. പിന്നെ ബേബി ജോൺ ഉണ്ടായിരുന്നു, TK ദിവാകരനുണ്ടായിരുന്നു. PSPയിൽ നിന്ന് NK ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. PSPക്ക് 3 MLA-മാരുണ്ടായിരുന്നു. ഈ 3 MLA-മാരിൽ 3 പേർക്കും മന്ത്രിസ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരാളെ മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് പാർട്ടിയിലെ മറ്റൊരു MLA ആയിരുന്ന ആറ്റിങ്ങൽ ഗോപാലപിള്ള അദ്ദേഹം വിമതനായിട്ട് മാറി. ഈ ഗോപാലപിള്ളയെ ആശ്രയിച്ചിട്ടാണ് ഈ മന്ത്രിസഭ ഏതാണ്ട് 5 കൊല്ലത്തോളം നിലനിന്നത്. പുള്ളി മറുഭാഗത്തേക്ക് പോയാൽ മന്ത്രിസഭ വീഴും. അത്രയും ദയനീയമായ രീതിയിൽ കൂടിയാണ് മന്ത്രിസഭ ഉന്തിത്തള്ളി ആടി കുലുങ്ങി ഒരു വിധത്തിൽ മുന്നോട്ട് പോയത്. അപ്പോൾ ആറ്റിങ്ങൽ ഗോപാലപിള്ളയാണ് മന്ത്രിസഭയെ നിയന്ത്രിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആടി ഉലയുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ ചേരാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അനുവാദം കിട്ടിയില്ല. കോൺഗ്രസ്സുകാർ ചേർന്നില്ല. 1 വർഷത്തോളം ഇതിങ്ങനെ മുന്നോട്ട് പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലാക്കി മന്ത്രിസഭ അത്ര പെട്ടെന്നൊന്നും തകരാൻ പോകുന്നില്ല, അച്യുതമേനോൻ തുഴയുന്ന വള്ളം മുങ്ങാനും സാധ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് മന്ത്രിസഭയിൽ ചേരാൻ അനുവാദം കൊടുത്തു. അങ്ങനെ 1971 സെപ്റ്റംബറിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. CPIയിൽ നിന്നുള്ള 3 മന്ത്രിമാർ രാജിവെച്ചു. പകരം 2 പേർ വന്നു, ശക്തരായ 2 പേർ വന്നു. ഒന്ന് MN ഗോവിന്ദൻ നായരും മറ്റത് സാക്ഷാൽ TV തോമസുമായിരുന്നു. ഇതോടൊപ്പം 4 കോൺഗ്രസ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. K. കരുണാകരൻ, KG അടിയോടി, KT ജോർജും അതുപോലെ തന്നെ വെള്ള ഈച്ചറിനുമായിരുന്നു ഈ മന്ത്രിമാർ. അങ്ങനെ 4 പേർ കൂടി വന്ന് മന്ത്രിസഭ ഒന്നുകൂടി ശക്തിപ്പെട്ടു, മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴും ഇതേപോലുള്ള പ്രശ്നമുണ്ട്. ആറ്റിങ്ങൽ ഗോപാലുള്ള കൂറുമാറിയാൽ മന്ത്രിസഭ തകരും. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നു. ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുകയാണ്. ആ സമയത്ത് ഇവർ ഈ കേരള കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്തു. കേരള കോൺഗ്രസ്
ഭരണമുന്നണിയുമായിട്ട് സഖ്യം ചെയ്തു. കേരള കോൺഗ്രസിൻ്റെ 3 പേർ പാർലമെൻറ്റിലേക്ക് ജയിച്ചു. പക്ഷേ അതിനുശേഷം ഇവരെ മുന്നണിയിൽ ഉൾപ്പെടുത്താനോ കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുക്കാനോ ഭരണമുന്നണി കൂട്ടാക്കിയില്ല. കുറച്ച് നാളൊക്കെ കാത്തു നിന്നതിന് ശേഷം സഹി കേട്ട് അവർ വീണ്ടും പ്രതിപക്ഷത്തേക്ക് തന്നെ പോയി. അങ്ങനെ വീണ്ടും മന്ത്രിസഭയുടെ ഭൂരിപക്ഷം വളരെ സംശയാസ്പദമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു പ്രതിസന്ധി ഉദയം ചെയ്തത്. മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് ചില ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തു. പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്ന ബാഫയ്ക്ക് തങ്ങൾ മക്കയ്ക്ക് പോയി ഹജ്ജിന് പോയതാണ്. അവിടെ വച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പാണക്കാട് പൂക്കോയ തങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അതിനിടയ്ക്ക് CH മുഹമ്മദ് കോയ ഇവിടുന്ന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെൻറ്റ് അംഗമായിട്ട് പോകേണ്ടതായിട്ട് വന്നു. CHന് പകരം ചാക്കേരി അഹമ്മദ് കുട്ടി മന്ത്രിയായി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഈ 210 മാർക്ക് കിട്ടുന്നവർ SLC പാസ്സാവും എന്ന വലിയ പരിഷ്കാരം നടപ്പായത്. അതുകൊണ്ട് ഇതിന് ചാക്കേരി പാസ് എന്നൊരു പേര് കൂടി നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു. അത് ഈ അഭ്യാസത്തിനിടയ്ക്ക് എന്ത് വെച്ചാൽ ലീഗിൻ്റെ അകത്ത് 11 MLA-മാരുണ്ടായിരുന്ന അതിൽ 5 പേർ വിമതന്മാരായി. അവർ വിമത ലീഗ് എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പാർട്ടി ഔപചാരികമായിട്ട് പിളർന്നിരുന്നില്ല. അന്ന് RSP നേതാവായിരുന്ന നമ്മുടെ ബേബി ജോണാണ് ഇവർ തമ്മിലുള്ള സന്ധി സംഭാഷണത്തിന് നിയുക്തനായത്. ബേബി ജോൺ അദ്ദേഹത്തിൻ്റെ സർവ്വ കഴിവെടുത്ത് പ്രയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കേരള കിസിംഗർ എന്നൊരു പേര് കൂടി കിട്ടി. അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിംഗറായിരുന്നു. ഈ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടൊക്കെയുള്ള സന്ധി സംഭാഷണത്തിൽ പോയിക്കൊണ്ടിരുന്ന കിസിംഗർ ആയിരുന്നുകൊണ്ട് തിരുവനന്തപുരത്തെ ചില പത്രാധിപന്മാർ പത്രപ്രവർത്തകർ ചേർന്ന് ബേബി ജോണിന് ചാർത്തി കൊടുത്ത പേരായിരുന്നു കേരള കിസിംഗർ എന്നുള്ളത്. ഏതായാലും കേരള കിസിംഗർ സർവ്വ ശക്തിയും അദ്ദേഹത്തിൻ്റെ നയചാതുര്യവും പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടും ഈ ലീഗിലെ പിളർപ്പ് അല്പം മാറ്റിവെക്കാനല്ലാതെ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലീഗിലെ 5 MLA-മാർ വിമതന്മാരായി. അവർ മാർക്സിസ്റ്റ് പടകുടീരത്തിലേക്ക് മാറി. അധികം താമസിയാതെ സ്പീക്കറായിരുന്ന മൊയ്തീൻകുട്ടി ഹാജി എന്ന ബാവ ഹാജി അദ്ദേഹവും സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഈ CPM കൂടാരത്തിലേക്ക് പോയി. അപ്പോൾ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം തീരെയും സംശയാസ്പദമായി. കേരള കോൺഗ്രസും അവരുടെ കൂടി. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് രാഷ്ട്രീയമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും വലിയ വിയോജിപ്പുള്ളവരായിരുന്നു കേരള കോൺഗ്രസ്സുകാർ. പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ച് അച്യുതാനന്ദൻ മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേരള കോൺഗ്രസും മറുഭാഗത്തേക്ക് പോയി. അങ്ങനെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന അവസ്ഥയിലെത്തി. പക്ഷേ ആ സമയത്ത് കേരള കോൺഗ്രസ്സുകാരനായിരുന്ന ജോൺ ജേക്കബും വേറെ 2 MLA-മാരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒറിജിനൽ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി. വലിയ പാർട്ടിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അച്യുതാനന്ദൻ മന്ത്രിസഭയ്ക്ക് തന്ത്രപരമായി പിന്തുണ കൊടുത്തു. അതുകൊണ്ടാണ് മന്ത്രിസഭ തകരാതിരുന്നത്. അങ്ങനെ ആടി ഉലഞ്ഞ് കൈയും കാലും ഇട്ട് അടിച്ച് ഈ മന്ത്രിസഭ ഏതാണ്ട് 5-ാം വർഷത്തിൽ പ്രവേശിച്ചു. അത് വലിയ അത്ഭുതമാണ്. കാരണം കേരള ചരിത്രത്തിൽ അന്ന് വരെ തിരുവിതാംകൂർ സംസ്ഥാനത്തോ തിരുക്കൊച്ചി സംസ്ഥാനത്തോ കേരള സംസ്ഥാനത്തോ അന്നേ ദിവസം വരെ ഒരു മന്ത്രിസഭയും 5 കൊല്ലത്തിലേക്ക് എത്തിയ ചരിത്രമില്ല. 1970 സെപ്റ്റംബറിൽ അധികാരമേറ്റ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലാവധി 75 സെപ്റ്റംബറിൽ അവസാനിക്കുമായിരുന്നു. 75 ജൂണായിട്ടും ഈ മന്ത്രിസഭ നിലംപതിച്ചില്ല. അത് വലിയ അത്ഭുതമാണ്. അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം നിലനിൽക്കുന്നതിനിടയിലാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 26-ാം തീയതി. അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൊണ്ട് പിന്നെ മന്ത്രിസഭ നിലംപതിക്കുന്ന പ്രശ്നം ഉണ്ടായില്ല. കാരണം ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഭരിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാക്കളെല്ലാവരും ജയിലിലായി. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. നിയമസഭാംഗങ്ങളിൽ തന്നെ പലരും ജയിലിലായിരുന്നുകൊണ്ട് പിന്നെ മന്ത്രിസഭ തകരും എന്ന ഒരു ഭയം വേണ്ടിയിരുന്നില്ല. അങ്ങനെയാണ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ 5 വർഷമല്ല 6 വർഷത്തിലധികം കേരളത്തിൽ ഭരണം നടത്തിയത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 വർഷം തികച്ച മന്ത്രിസഭയുടെ തലവൻ എന്ന ഒരു ബഹുമതി അച്യുതാനന്ദന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. കേരള ചരിത്രത്തിൽ പലതരത്തിലും നാഴികക്കല്ല് പതിച്ച ഒരു മന്ത്രിസഭയായിരുന്നു. ആ സമയത്താണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. മറ്റ് പല ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. 1,00,000 വീട് പദ്ധതി നടപ്പാക്കിയത് ആ സർക്കാരിൻ്റെ കാലത്താണ്. അതുപോലെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ പല സ്ഥാപനങ്ങളും ആ സമയത്താണ് രൂപകൽപ്പന ചെയ്തതും ആരംഭിച്ചത്. ഇപ്പോൾ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണെങ്കിലും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണെങ്കിലും ഒക്കെ അച്യുതമേനോൻ്റെ ഭരണകാലത്താണ് രൂപീകൃതമായി പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അന്ന്
മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി രാജിവെച്ചിട്ടാണ് ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് വന്നത്. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഡോക്ടർ കെ എൻ രാജനെ കൊണ്ടുവന്നു, ഡോക്ടർ എം എസ് വല്യത്താനെ കൊണ്ടുവന്നു അച്യുതമേനോൻ്റെ പരിശ്രമ ഫലമായിട്ടായിരുന്നു. അങ്ങനെ ആണ് ഈ മന്ത്രിസഭ കുറേ ജനക്ഷേമകരമായ പ്രവൃത്തികൾ നടപ്പാക്കി, പുരോഗമനോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി. കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്ത് ചില ഭൂവുടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതാണ് വിഖ്യാതമായ കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിൽ ഭരണഘടനാ വിദഗ്ധനായിരുന്ന എച്ച്.എം. സീർവായിയെ കേരള ഗവൺമെൻറ്റിന് വേണ്ടി എൻഗേജ് ചെയ്തു. അത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമയുദ്ധമായിരുന്നു. അവിടെയും കേരള സർക്കാർ വിജയിച്ചു. ഭൂപരിഷ്കരണ നിയമം സാധുവാണ്. അത് 9ാം ഷെഡ്യൂളിൽ പെടുത്തിയ നടപടിയും സുപ്രീം കോടതി ശരിവച്ചു. ഇങ്ങനെ ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും അങ്ങേയറ്റം സംഘർഷപൂരിതവും സംഘടന നിർഭരവുമായിരുന്നു അച്യുതമേനോൻ്റെ ഭരണകാലം. ഈ സർക്കാർ വന്ന അന്ന് മുതൽക്ക് CPMകാർ സമരം തുടങ്ങി. ദൈനംദിനാടിസ്ഥാനത്തിൽ കത്തിക്കുത്ത്, കണ്ണീർ വാതക പ്രയോഗം, KSRTC ബസ്സുകൾക്ക് അള്ളുവെപ്പ്, ആസിഡ് ബൾബേർ, ഇങ്ങനെയുള്ള നിരവധി കലാകായിക പരിപാടികൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറി. അതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നു. പോലീസുകാരാണെങ്കിൽ ദിവസേന ലാത്തി ചാർജ്, കണ്ണീർ വാതക പ്രയോഗം, വെടിവെപ്പ്, കോളേജുകളിൽ കയറി വിദ്യാർത്ഥികളെ പോലീസുകാർ മർദ്ദിക്കുന്ന പോലുള്ള സംഭവങ്ങൾ. ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു അച്യുതമേനോൻ്റെ ഭരണകാലം. 1969 തുടങ്ങി. 69 നവംബർ 1 മുതൽക്ക് ഏതാണ്ട് 1975 ജൂൺ 26 വരെ ഇതേ തിരക്കഥയിലാണ് ഇതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചത്. മാത്രവുമല്ല, അന്ന് ഈ നക്സൽ ആക്രമണങ്ങൾ വളരെ കലശലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നവൻ നേരം വെളുത്തെഴുന്നേറ്റ് നോക്കുമ്പോൾ തല വല്ല മതിലിൻ്റെ മുകളിലിരിക്കുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായി. നക്സൽ വർഗീസിൻ്റെ പരാക്രമ രൂപേണ അവസാനിച്ചു. അച്യുതമേനോൻ്റെ 2ാം മന്ത്രിസഭയുടെ സമയത്താണ് കെ കരുണാകരൻ പോലീസ് മന്ത്രിയാവുന്നു. പോലീസുകാർക്ക് എന്ത് അക്രമം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകും. അങ്ങനെയാണ് ഈ ജയറാം പടിക്കലിനെ പോലെ കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വലിയ ഹീറോസായിട്ട് മാറുന്നത്. നാഗരൂർ, കുമ്മിൾ, കടക്കൽ മുതലായ സ്ഥലങ്ങളിലൊക്കെ വലിയ നക്സൽ ആക്രമണം ഉണ്ടാവും. വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ പേര് കേട്ടാൽ ആളുകൾ കിടുകിട പറക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഈ സമയത്ത് പോലീസിൻ്റെ അതിക്രമങ്ങളും അതുപോലെ തന്നെ രൂക്ഷമായിരുന്നു. അത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് കൂടുതൽ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് പോവുകയും ഈ സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും വലിയ ദുഷ്പേരുണ്ടാക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി അടിയന്തരാവസ്ഥയെ CPI പിന്തുണച്ചു. CPI അല്ലാതെ വേറെ ഒരു പ്രതിപക്ഷ പാർട്ടിയും അഖിലേന്ത്യാ തലത്തിൽ ഈ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചില്ല. ബാക്കി എല്ലാവരും അടിയന്തരാവസ്ഥയെ ചെറുത്ത് നിൽക്കുകയും ആ നേതാക്കന്മാരൊക്കെ ജയിലിൽ പോവുകയും ചെയ്തു. CPIയെ സംബന്ധിച്ചിടത്തോളം അനുകൂലിക്കാനും പ്രതികൂലിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ കേരളത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടി CPI അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു. അത് പിന്നീട് പാർട്ടിക്ക് വലിയ ദുഷ്പേരായിട്ട് പരിണമിച്ചു. എന്തായാലും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൂടി കേരളത്തിൻ്റെ ഭരണം പൂർണ്ണമായിട്ട് കരുണാകരൻ്റെ കയ്യിലായി. കരുണാകരനാണ് പിന്നീട് അങ്ങോട്ട് ഭരണം നിയന്ത്രിച്ചത്. അച്യുതമേനോൻ ഒരു ആൾപ്പേര് മാത്രമായിട്ട് മാറി. മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ അച്യുതമേനോൻ എന്ന് പറയുമെങ്കിലും ഭരണം പൂർണ്ണമായിട്ടും കരുണാകരൻ്റെ കൈപ്പിടിയിലായി. പോലീസിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. പോലീസുകാരാണ് നാട് ഭരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതായത് പ്രതിപക്ഷത്തേക്ക് പോയ കേരള കോൺഗ്രസ് വീണ്ടും ഭരണപക്ഷത്തേക്ക് വന്നു. അങ്ങനെ ആദ്യം ബാലകൃഷ്ണപിള്ളയും KM മാണിയും മന്ത്രിമാരായി. 6 മാസം കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് അംഗമായിരുന്ന ബാലകൃഷ്ണപിള്ള രാജിവെച്ചു. ആ സ്ഥാനത്ത് KM ജോർജ് മന്ത്രി. അതിനിടയ്ക്ക് കേരള കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യ ശക്തിപ്പെട്ടു. ലീഗ് പോലെ തന്നെ അവിടെയും പിളർപ്പുണ്ടായി. KM ജോർജിൻ്റെ ഗ്രൂപ്പും അതുപോലെ KM മാണിയുടെ ഗ്രൂപ്പുമായിട്ട്. ഈ സംഘർഷം സഹിക്കവയ്യാതെ KM ജോർജ് സാർ ഹൃദയം തകർന്ന് മരിച്ചു. അത് തീരാവേദനയായിട്ട് മാറി. പിന്നീട് ജോർജ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ബാലകൃഷ്ണപിള്ള ഏറ്റെടുത്തു. അങ്ങനെ പിള്ള ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഉണ്ടായി. ഇങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് അവർ പോരടിക്കുന്നു. വിമത ലീഗുകാർ അതിനകത്ത് തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന പേര് സ്വീകരിച്ചു. അവരും മാർക്സിസ്റ്റ് പക്ഷത്തേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പിളർന്ന ഒരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഈ സർക്കാർ അടിയന്തരാവസ്ഥ കഴിഞ്ഞില്ല. അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തി ഇന്ദിരാഗാന്ധി 1977 ജനുവരി മാസത്തിൽ അയവ് വരുത്തിയിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളിലും സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും
കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. 1977 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിൽ 2 മുന്നണികളായി. ഒന്ന് CPMൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണി, മറ്റത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി. അതിനിടയ്ക്ക് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിച്ച് ജനതാ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ CPM മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടിയിൽ പഴയ ജനസംഘക്കാരുണ്ട്, സംഘടനാ കോൺഗ്രസ്സുകാരുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, പിന്നെ കേരളത്തിൽ ഇല്ലാത്ത സ്വതന്ത്ര പാർട്ടിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലില്ലാത്ത ഭാരതീയ ക്രാന്തിദൾ, ഭാരതീയ ലോക്ദൾ, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളുണ്ട്. അവരൊന്നും കേരളത്തിലില്ലാത്ത പാർട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവിയൽ പ്രസ്ഥാനമാണ് അന്നത്തെ ജനതാ പാർട്ടി. അവർ കലപ്പേന്ത്യ കർഷകരുടെ അടയാളത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മത്സരിക്കും. കേരളത്തിലും ഏതാണ്ട് 29-30 സീറ്റിൽ അവർ മത്സരിച്ചു. അതുപോലെ CPM ആണ് പ്രധാനപ്പെട്ട കക്ഷി. EMS ആണ് പാർട്ടിയെ നയിക്കുന്നത്. അന്നത്തെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS എന്നുള്ളതായിരുന്നു. അപ്പോൾ വീണ്ടും CPMൻ്റെ നേതൃത്വത്തിൽ, EMSൻ്റെ നേതൃത്വത്തിൽ ഒരു മാർക്സിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരും എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. പിന്നെ ജനതാ പാർട്ടിയും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ജനത ജയിക്കും, ജനത ഭരിക്കും, ജനാധിപത്യം സംരക്ഷിക്കും എന്ന മുദ്രാവാക്യവും കേരളത്തിലെമ്പാടും അലയടിച്ച ഒന്നാണ്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അഖിലേന്ത്യാ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പും ആയിരുന്നു. പിന്നെ ചെറിയ ചില പാർട്ടികളും ഉണ്ടായിരുന്നു, സ്വതന്ത്രന്മാരും ഏതാനും പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രതിപക്ഷ മുന്നണി. എങ്കിൽ ഭരണമുന്നണി കുറേ കൂടി ശക്തമായിരുന്നു. കരുണാകരൻ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അവർക്ക് അപ്പോഴത്തേക്ക് പശുവക്കിടാവും ചിഹ്നമായിട്ട് വന്നിരുന്നു. പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 22 സീറ്റിൽ മത്സരിച്ചു. പിന്നെ CH മുഹമ്മദ് കോയയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവർ ഏണി അടയാളത്തിൽ മത്സരിക്കും. മലബാർ ഭാഗത്ത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ പാർട്ടി വളരെ ശക്തമാണ്. പിന്നെ PSP പണ്ടുകൊണ്ടുള്ളൊരു പാർട്ടിയാണ്. RSP ഉണ്ട്, ഈ മൺവെട്ടിയും മൺകൂരിയും അടയാളത്തിൽ. കൊല്ലത്താണ് ഇവർക്ക് കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. അതുകൂടാതെ പിന്നെ ഉണ്ടായിരുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് NDP ആണ്. നായർ സമുദായത്തിൻ്റെ ഒരു പാർട്ടിയാണ്. NSSൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് 75 കാലത്താണ് ഇങ്ങനൊരു പാർട്ടി ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെയൊക്കെ രാഷ്ട്രീയ വിജയം കണ്ടപ്പോൾ ഇനി ഒരു നായർ ലീഗ് കൂടി ആയിക്കളയാം എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ നായർ ലീഗായിട്ട് രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് NDP. ഇതേ സമയത്ത് തന്നെ SNDPയുടെ നേതൃത്വത്തിൽ SRP എന്നൊരു പാർട്ടി കൂടി ഉണ്ടായിരുന്നു. അവരെ പക്ഷേ തൽക്കാലം ഈ ഭരണമുന്നണിയിൽ എടുത്തില്ല. അങ്ങനൊരു പാർട്ടി ഉണ്ടാകുന്നതും അവർ മത്സരിക്കുന്നതും മാർക്സിസ്റ്റ് മുന്നണിക്കായിരിക്കും കൂടുതൽ ദോഷം ചെയ്യുക എന്നുള്ള കാര്യം കരുണാകരാദികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ 2 മുന്നണികൾ, ഒരു ഭാഗത്ത് കോൺഗ്രസ്, CPI, RSP, മുസ്ലിം ലീഗ്, PSP, NDP. മറുഭാഗത്ത് CPM, ജനതാ പാർട്ടി, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ്. പിന്നെ RSPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, നാഷണൽ RSP. അവരുടെ ചില സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. മൂന്നാമത് ഒരു മുന്നണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 മുന്നണികൾ നമ്മൾ നേർക്കുള്ള പോരാട്ടമാണ് 1977 അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 20 പാർലമെൻറ്റ് സീറ്റും ഈ ഭരണമുന്നണി സ്ഥാനാർത്ഥികൾ കൈക്കലാക്കി. CPM നിർത്തിയ, ജനതാ പാർട്ടി നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും പാർലമെൻറ്റിലേക്ക് പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അതുപോലെ തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും സഭയിലെ അംഗങ്ങളുടെ എണ്ണം 133 നിന്ന് 140 വർദ്ധിപ്പിച്ചു. ഈ 140-ൽ 111 സീറ്റുകൾ ഭരണമുന്നണി കരസ്ഥമാക്കി. NDPക്ക് വരെ 5 സീറ്റ് കിട്ടി, PSPക്ക് 3 സീറ്റ് കിട്ടി. CPIക്കും RSPക്കും ഒക്കെ മിക്കവാറും മത്സരിച്ച സീറ്റുകൾ ഏറെക്കുറെ എല്ലാം തന്നെ അവർ ജയിച്ചു. കോൺഗ്രസിനാണ് ഏതാനും സീറ്റുകൾ നഷ്ടപ്പെട്ടത്. മത്സരിച്ച മന്ത്രിമാർ ഒരാളൊഴിച്ച് എല്ലാവരും ജയിച്ചു. തോറ്റുപോയ ആളായിരുന്നു വെച്ചാൽ പോൾ പി മാണിയായിരുന്നു. KT ജോർജ് എന്ന് പറഞ്ഞ പഴയ ധനകാര്യമന്ത്രി മരിച്ചപ്പോൾ അതിന് പകരം വന്ന ആളാണ് പോൾ പി മാണി. അദ്ദേഹം ഭക്ഷ്യമന്ത്രിയായിരുന്നു. ഈ പോൾ പി മാണി തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരോട് പറഞ്ഞത്, നിങ്ങൾ കഞ്ഞിക്കലത്തിലേക്ക് നോക്കി വോട്ട് ചെയ്യണം എന്നാണ്. അതായത് അപ്പോഴത്തേക്കും ഹരിത വിപ്ലവം വിജയിച്ചു, കേരളത്തിൽ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി. അപ്പോൾ ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കിയ ആൾ എന്ന നിലക്കാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, കഞ്ഞിക്കലത്തിലേക്ക് നോക്കി വോട്ട് ചെയ്യണം എന്ന്. പോൾ പി മാണി മത്സരിച്ചത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലായിരുന്നു. അദ്ദേഹം തോറ്റുപോയതെന്ന് വെച്ചാൽ ഈ മലങ്കര സഭയിലെ കക്ഷി വഴക്കുമായിട്ട് ബന്ധപ്പെട്ട് പോൾ പി മാണിയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം വൈദികരും
ചില വിശ്വാസികൾ തീരുമാനിച്ചു. ചില മെത്രാന്മാരുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈദികൻ്റെ പേര് ഫാദർ ഔസഫ് പാത്തിക്കൽ എന്നാണ്. അദ്ദേഹം പെരുമ്പാവൂർക്കാരനാണ്. അദ്ദേഹം ഒട്ടകാമടയാളത്തിൽ കുന്നത്തുകാട് മണ്ഡലത്തിൽ മത്സരിച്ചു. ഇദ്ദേഹം കുറേ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. അന്ന് മനോരമ എഴുതിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സ്വതന്ത്രൻ നിയമസഭയിലെത്തുക എന്ന് പറയുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്നാണ്. ഏതായാലും ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടന്നില്ലെങ്കിലും പാവം പോൾപ്പി മാണി ഈ സൂചിക്കുഴയിൽ തട്ടിമറിഞ്ഞ് വീണു. അങ്ങനെ അദ്ദേഹം മാത്രം തോറ്റു. ഭരണമുന്നണിയിൽ നിന്ന് മത്സരിച്ച ബാക്കി എല്ലാ മന്ത്രിമാരും വിജയിച്ചു. അച്യുത മേനോൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അദ്ദേഹം അതോടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു. അധികം വൈകാതെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം സ്വതന്ത്രമായി സുരഭിലമായിട്ട് തൃശ്ശൂരുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അച്യുത മേനോൻ്റെ യുഗം അവസാനിച്ചു. കരുണാകരൻ്റെ യുഗം അത് അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അത് കൂടുതൽ ശക്തമാകുന്നു നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടു. അച്യുത മേനോൻ്റെ യുഗം അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ EMS യുഗവും ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. EMS നമ്പൂതിരിപ്പാട് അത്തവണ പട്ടാമ്പിയാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ സീറ്റെങ്കിലും പട്ടാമ്പിയിൽ നിന്ന് മാറി ആലത്തൂരാണ് മത്സരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പല കിംവദന്തികളും പ്രചരിച്ചിരുന്നു. പട്ടാമ്പിയിൽ മത്സരിച്ചാൽ തോറ്റുപോകും എന്ന് തോന്നിയിട്ടാണ് ഇദ്ദേഹം ആലത്തൂർക്ക് മാറിയത് എന്നാണ്. ഏതായാലും പട്ടാമ്പി സീറ്റ് CPM നഷ്ടപ്പെട്ടു. ആലത്തൂരിൽ EMS തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. 2000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. CPM മൊത്തത്തിൽ തിരിച്ചടിയുണ്ടായി. KR ഗൗരിയമ്മ പോലും തോറ്റുപോയി. അതുപോലെ മറ്റ് പല പ്രമുഖ നേതാക്കളും ചാത്തുണ്ണി മാസ്റ്റർ അടക്കം പരാജിതരായി. ആ പാർട്ടിക്ക് ഏതാണ്ട് 17 സീറ്റേ കിട്ടിയുള്ളൂ. ജനതാ പാർട്ടിക്ക് 5 പേരെ ജയിപ്പിക്കാൻ പറ്റി. പിന്നെ CFDയുടെ ബാനറിൽ ഒരാൾ കൂടി ജയിച്ചു. അങ്ങനെ 6 പേരെ. കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിൽ 2 സീറ്റേ കിട്ടിയുള്ളൂ. ഇന്ത്യൻ അഖിലേന്ത്യാ ലീഗിനും ഏതാണ്ട് 4-5 സീറ്റുകൾക്ക് അപ്പുറം ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തം 29 സീറ്റിൽ ഈ പ്രതിപക്ഷ മുന്നണി ഒതുങ്ങി. അങ്ങനെ EMS തെരഞ്ഞെടുപ്പ് യുഗവും കേരളത്തിൽ അവസാനിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം CPM ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു.